കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോൾ പാട്ടുകാരൊക്കെ എയറിലാണ്. എന്താടാ വിഷയം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കണമല്ലോ. MC കൂപ്പർ വേടൻ വരുന്ന പരിപാടി കണ്ണൂർ ഇഷ്യൂ ഓൾറെഡി ഞാൻ കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ചെക്കനാണ്. മെട്രോയിലിരുന്ന് പാടും, ബസ്സിലിരുന്ന് പാടും, പാർക്കിലിരുന്ന് പാടും. ഈ ചെക്കനെ ഊക്കി വിട്ട കുറേ പേജുകൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ഫേസ്ബുക്കിൽ കാണാനിടയായി. ആൻഡ് റീസെൻ്റ്ലി തൊപ്പിയുടെ ലൈവ് സ്ട്രീമിൽ ഈ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവൻ്റെ കുറേ വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടു കാണും. ഇവിടുത്തെ 24/7 ന്യൂസ് ചാനലുകളടക്കം ഈ ചെക്കനെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറ്റി വിട്ടിട്ടുണ്ട്. സിവിക് സെൻസ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇതിൻ്റെ പിന്നാലെ വെച്ചുകൂടി പിടിച്ചിട്ടുള്ളത്. പയ്യൻ്റെ പേര് നിതീഷ് എന്നാണ്. ഓക്കെ, ഞാനിവിടെ സൈഡിൽ പയ്യൻ്റെ പ്രൊഫൈൽ കൊടുക്കാം. നിതീഷ് എന്നാണ്. നന്നായിട്ട് പാടുന്നുണ്ട് ഉള്ള കാര്യം പറയാമല്ലോ. അത്ര മോശം എന്നൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പാടുന്നുണ്ട്. പിന്നെ ബസ്സിലും ഈ പറഞ്ഞ മെട്രോയിലും ആൾക്കൂട്ടമുള്ള ബസ് സ്റ്റാൻഡിലും സ്ഥലങ്ങളിലും പാടുന്ന സമയത്തുള്ള പ്രോബ്ലംസ് അതൊക്കെ നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ തൊപ്പിയുടെ ലൈവിൽ ഈ ചെക്കൻ വന്നതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് കുറച്ച് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ കുറച്ച് കോൺട്രവേഴ്സികളും ഇതെല്ലാം നടക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് നല്ലതല്ലേ, അത് നെഗറ്റീവ് വരുന്നത് നല്ലതാ, അത് അടിപൊളിയാ. ഇത് കേറാൻ മനസ്സിലായോ? മെട്രോ ഹീറോ എങ്ങനെ ആ വീഡിയോ നമുക്കൊന്ന് കാണിച്ചാലോ? എന്താ സെർച്ച് ചെയ്യണ്ടേ? അത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു അക്കൗണ്ടിൽ നിന്ന്. അത് നല്ലല്ലേ എടാ മുത്ത, നെഗറ്റീവ് പബ്ലിസിറ്റി അടിപൊളിയാ. ഇത് കേറാൻ ഫെമിലിയർ മുത്ത. ഇന്ന് ലൈവിൽ വരാത്ത ആൾക്കാർക്ക് മിസ്സായി. ഇന്ന് ലേറ്റ് നൈറ്റ് നമ്മൾ ലൈവ് ഇട്ടിട്ട് നമ്മൾ സാധാ ടൈമിംഗ് അല്ല ഇന്ന് ലൈവ് ഇട്ടത്. ഇന്ന് ലൈവ് കാണാൻ വരാത്തവർക്ക് ഇത് മിസ്സായി. ഞാൻ കാര്യം പറയാം. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഇത് പാടുന്നതിന് ഇവര് ആലോചിക്കേണ്ട കാര്യം എന്താ പറയുക? ഈ മെട്രോയിലും ഈ റെയിൽവേ സ്റ്റേഷനിലും ഇവർ പാടുന്നുണ്ടെങ്കിൽ ഈ ലക്ഷങ്ങൾ കൊടുത്തിട്ട് കോൺസേർട്ട് നടത്തുന്നവർ ചെയ്യുന്ന കാര്യമാണ് ഇവർ ചെയ്യുന്നത്. അത് ഫ്രീ ആയിട്ട് 10 പൈസ കൊടുക്കാണ്ട് നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് നിങ്ങൾ കാണണം. മനസ്സിലാവും? അത് വെറുതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവർ തരുകയാണ്. അപ്പം അതിന് നെഗറ്റീവ് പറയുന്നത് കുറക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ക്യാഷ് പ്രൈസ് കൊടുത്താൽ ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവല്ല. ഇത് എല്ലാ ദിവസവും പിന്നെ ഗസ്റ്റ് ഇപ്പൊ നാളെ ഗസ്റ്റ് വന്ന് അവർക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കണം, മറ്റന്നാളെ അവർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കേണ്ടത്. മനസ്സിലാവും? പിന്നെ ഇവർക്ക് കൂടി അവർക്ക് കുറഞ്ഞ് അങ്ങനെയല്ല ആവും. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ കമ്മിങ്. എടാ ഒന്ന് പിടിച്ചാ എല്ലാവരും കൊടുക്കാം. എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുന്നത്. നമ്മുടെ MRCന്റെ ഇതെല്ലാം ഉണ്ട്. MRCന്റെ ലോഗോയുള്ള ഇതാണ് കേട്ടാ. നിങ്ങള് ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. തിരക്കുണ്ടോ പോയിട്ട്? നമുക്ക് ഫുഡെല്ലാം കഴിച്ച് മെല്ലെ പോവാം. അപ്പൊ എനിവേസ് ലൈവ് എൻഡ് ചെയ്യാണ്. അപ്പം നാളെ കാണാം. ഗുഡ് നൈറ്റ് ഗൈസ്. തൊപ്പി അടിപൊളി. കാരണം ചെക്കനെ വിളിച്ചിരുത്തി ലൈവിൽ വലിയൊരു വിസിബിലിറ്റി കൊടുത്ത് പോകാൻ നേരത്ത് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി വിട്ടത് എന്തായാലും അടിപൊളിയായി. കാരണം അന്യായ രീതിയിലുള്ള ഊക്കാണ് ഈ ചെക്കന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഇപ്പോൾ കാണുന്നൊരു പരിപാടിയുണ്ട്. ഊക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന പോസ്റ്റ് ആയിരിക്കും, പക്ഷേ പോസ്റ്റ് ഒരുമാതിരി പോസിറ്റീവായിട്ടിടും. മനസ്സിലായോ? അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് കമൻറ്റ് ബോക്സിൽ ഊക്ക് മേടിച്ചു കൊടുക്കുന്നൊരു പ്രത്യേകതരം പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ട്രോൾ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ട്രോൾ വീഡിയോസിലൊക്കെ ഇതേപോലെ ഒരു പൊതുശല്യമായി മാറുകയാണ് ഈ ചെക്കൻ എന്നൊക്കെയാണ്. ഒന്നാമത് മലയാളികൾ ആയ നമ്മളുടെ കൾച്ചറിൽ ഇപ്പോൾ ഓക്കെ ഇങ്ങനത്തെ എന്താ പറയുക, സ്ട്രീറ്റ് സിംഗേഴ്സ്, സ്ട്രീറ്റ് പെർഫോമേഴ്സ്, നമുക്ക് സ്ട്രീറ്റ്സേ ഇല്ല, അത് വേറെ സീൻ. അപ്പോൾ പിന്നെ അങ്ങനത്തെ പെർഫോമേഴ്സ്, അങ്ങനത്തെ ആളുകൾക്ക് പെർഫോം ചെയ്യാൻ ഇല്ല, സ്ഥലങ്ങളില്ല. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടി ഒരു പണ്ട് കാലഘട്ടത്തിൽ 90s 80s പോയി നോക്കും. ഓരോ കവലകളിലും ആളുകൾ പാട്ട് പാടുന്നുണ്ട്. വയറ്റത്തടിച്ച് ബസ്സിൽ പാടി നടന്ന ആൾക്കാരൊക്കെ ഈ കേരളത്തിലുണ്ടായിരുന്നതാണ്. അന്ന് ഈ സിവിക് സെൻസിനെ കുറിച്ചിട്ടൊന്നും ആർക്കും ഒരു ബോധോ വർത്താനോ പറയാനുള്ള സീനുകളൊന്നും ഉണ്ടായില്ല. സിവിക് സെൻസ് വേണം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ചെക്കൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ബസ്സിൽ, മെട്രോയിൽ, അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയിട്ട് പാട്ട് പാടുന്നത് കുറച്ച് സീനായിട്ട് ഞാനും പറയും. കാരണം പലരും പല മൂഡിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പലർക്കും അത് ഭയങ്കര ഇറിറ്റേഷനാവും. പലരും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. വർക്ക് സ്ട്രെസ്സ്, ഫാമിലി ഇഷ്യൂസ്, അങ്ങനെ പോകുന്നവരുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോളിൽ ബിസി ആയിട്ടുള്ളവരുണ്ടാവും. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലുള്ളവർക്ക് ഇത് ചിലപ്പോൾ ഒരു വേറെ മൂഡിലേക്ക് പോകാം. അല്ലാത്ത പക്ഷം ഈ ചെക്കൻ ഒരു സ്ട്രീറ്റിലിരുന്ന് പാടി, ഒരു പാർക്കിൽ പോയി പാടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ കൺസെൻറ്റ് എടുത്ത് അവരുടെ മുന്നിൽ പെർഫോം ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതലായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസി, ഇത്ര ട്രോളുകളും ഈ ചെക്കന് വരാതിരിക്കും. എന്താണെങ്കിലും 24 ന്യൂസ് കൊടുത്ത ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം.
പാട്ട് കേൾക്കാൻ ഹെഡ്ഫോൺ ഉപയോഗിക്കുക എന്ന് പ്രത്യേക നിർദ്ദേശമുള്ള കൊച്ചി മെട്രോയിൽ ഒരു സംഘം കയറി വന്ന് ഉറക്കെ പാട്ട് പാടാൻ തുടങ്ങിയാലോ? അടുത്തിടെയാണ് നിതീഷ് എന്ന യുവഗായകൻ ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ വലിയ രീതിയിലുള്ള ജനശ്രദ്ധ നേടുന്നത്. പൊതുസ്ഥലത്തും ബസ്സിലും പിന്നെ ഡെലിവറി ബോയ്ക്കും ലിഫ്റ്റ് കൊടുത്ത ലോറി ഡ്രൈവർക്കും മുൻപിലുമൊക്കെ ഗിറ്റാർ വായിച്ച് മനോഹരമായി പാടുന്ന റീലുകളായിരുന്നു നിതീഷ് ചെയ്തുകൊണ്ടിരുന്നത്. അവയ്ക്കൊക്കെ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെയാണ് ലഭിച്ചത്. എന്നാൽ അടുത്തിടെയായി നിതീഷിന്റെ ഈ കോണ്ടന്റ് ക്രിയേഷൻ സമീപനത്തോട് വലിയ രീതിയിലുള്ള എതിർപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. കലാവാസന നല്ലത് തന്നെ, എന്നാൽ പല സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന വ്യത്യസ്ത മൂഡിലുള്ള റാൻഡം ആളുകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷനുകളിൽ ഉച്ചത്തിലുള്ള ഇത്തരം പാട്ടുപാടൽ ഒരു പൊതുശല്യമാണ് എന്നായിരുന്നു പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഒരേ മനസ്സോടെ യാത്ര ചെയ്യുന്ന ടൂർ പരിപാടികളിലൊക്കെ ആണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ സാധാരണ ബസ്സിലും ട്രെയിനിലും ഉള്ളവരുടെ മാനസികാവസ്ഥ എങ്ങനെയെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ നിശബ്ദതയാണ് മാന്യത. മാത്രമല്ല, ഇത്തരം കലാപ്രകടനങ്ങൾ അത് പാട്ടായാലും ഡാൻസ് ആയാലും പബ്ലിക് പ്ലേസിലോ ഇത്തരം ഇടുങ്ങിയ സ്ഥലങ്ങളിലോ ആകുമ്പോൾ ഒരു സിവിക് സെൻസ് ഇല്ലായ്മയാണ് കാട്ടുന്നത് എന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മറുവാദം എന്തെന്നാൽ വളരെ സാധാരണമായി വഴിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുകയും ചെയ്യുന്ന മലയാളിക്ക് അപ്പോഴൊന്നും ഇല്ലാത്ത സിവിക് സെൻസ് ഇപ്പോൾ എങ്ങനെയുണ്ടായി എന്നതാണ്. ഓക്കെ, ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ചെക്കൻ അങ്ങോട്ട് കയറിയിട്ട് വൈറലായി. അപ്പോൾ അറിയാലോ, എല്ലാ പക്ഷം പറയാനുള്ള ആൾക്കാരും കാണും ഈ സിവിക് സെൻസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കും. അപ്പോൾ ഞാൻ പറയും, എല്ലാം വേണം, നമുക്ക് പ്രോഗ്രസീവ് ആവണം, സിവിക് സെൻസ് വേണം, സയൻറ്റിഫിക് ടെമ്പർ വേണം. നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നാട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബാക്കൗട്ട് പോകാതെ നമ്മൾ മുന്നോട്ട് പോകണം. ദാറ്റ് ഈസ് ദെയർ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മളെ നാട്ടിൽ പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്കാണോ നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ളൊരു സ്കീം വേണ്ടേ? അത് നമ്മളെപ്പോഴും ചിന്തിക്കണം. ഞാൻ എപ്പോഴും അതാ ചിന്തിക്കുന്നത്. പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ അധികം ആരും പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവിടെ മതം പേടിച്ചും രാഷ്ട്രീയക്കാരെ പേടിച്ചും ഒക്കെ മിണ്ടാതിരിക്കും. വായിൽ മറ്റേ എയർ പിടിച്ചോ അതിൽ പഴം വിഴുങ്ങിയോ അതിൽ പോയിട്ടിരിക്കും. ഈ നാട്ടിൽ ഇപ്പോൾ വേസ്റ്റ് വലിച്ചെറിയുന്നതോ ട്രാഫിക്കിൽ കിടന്നിട്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നതോ അതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ വിഷയം. സിവിക് സെൻസിനെ കുറിച്ച് പറയുന്നവർ ആദ്യം ഈ സാധനം പോയി പറഞ്ഞു കൊടുക്കേണ്ടത് പള്ളിയിലും അമ്പലത്തിലും ഒക്കെയാണ്. ഓരോ പ്രോഗ്രാം വരുമ്പോൾ പൂരം ആവട്ടെ, പ്രദക്ഷിണ ആവട്ടെ, ഓണം, വിഷു, ബർത്ത്ഡേ, മാരേജ്, എല്ലാ പരിപാടികളും റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് നാട്ടുകാരുടെ നെഞ്ചത്ത് കസാലിൻ്റെ അർപ്പായിട്ടിട്ട് അല്ലെങ്കിൽ ജാഥ വിളിച്ച് മൈക്കും വെച്ച് കൊട്ടിപ്പാടി പോകുന്ന അത് കാണിക്കുന്ന മലയാളിയാ. മനസ്സിലായോ? ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ റോഡിൻ്റെ മുകളിൽ കൂടി 10 ആളെ കാണിച്ച് എന്നെ പ്രദക്ഷിണം വെച്ച് കൊണ്ടുപോകണം എന്നുള്ളത്? പള്ളിപ്പെരുന്നാൾ, പൂരം, നബിദിനം, ഇതിങ്ങനെ നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ കൂടി. ഇപ്പോൾ സിവിക് സെൻസിനെ കുറിച്ച് ആർക്കും ആ സമയത്ത് പറയാനുണ്ടാവില്ല. മനസ്സിലായി? ഇതൊരു തരം പ്രത്യേക തരം ചൊറിയാണ്. മനസ്സിലായില്ലേ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് പറയാം. ഇപ്പോൾ ഈ ചെക്കനെ പിടിച്ച് ഇത്രത്തോളം ട്രോളി വിടേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? നല്ല കഴിവുള്ള ഒരുത്തരാണ്, നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരാളെ നീ മോനെ വല്ല പാർക്കിലും പോ, അല്ലെങ്കിൽ നീ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് എന്താ പറയുക, ക്രൗഡ് നിന്നിൽ ഇൻട്രസ്റ്റഡ് ആണ് നിൻ്റെ പാട്ട് കേൾക്കാന്നുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് നീ എൻ്റർടൈൻ ചെയ്യും. അല്ല റാൻഡമായിട്ട് കയറി ബസ്സിലോ ഇപ്പോൾ പറഞ്ഞ പോലെ മെട്രോയിലൊക്കെ കയറി ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചിലർക്ക് പ്രശ്നമാവും എന്നുള്ളത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം അവനെ പിടിച്ച് എയറിലടിച്ചിട്ട് ഒരു പരിധി വരെ തൊപ്പി പറഞ്ഞതാണ് കറക്റ്റ്. അതായത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിനക്കത് കയറി പോകാലോ എന്ന് പറഞ്ഞ പോലെ ചെക്ക ഒറ്റയടിക്ക് 300 അടിക്കുകയൊക്കെ ചെയ്ത് ഓക്കെ, അങ്ങനത്തെ സ്കീമും അതിനിടയിൽ കൂടി നടന്നു. പിന്നെ 24/7 ആൾക്കാർ തോണ്ടി എയറിൽ വിട്ടോടുകൂടി ഈ സാറ്റലൈറ്റ് ചാനൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ഡൈമെൻഷനിൽ പോകുമല്ലോ. അങ്ങനെ ഈ പയ്യൻ വന്നിട്ടൊരു അപ്പോളജി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും എന്നെ ചെറുതായിട്ടൊക്കെ അറിയായിരിക്കും, കാരണം ട്രോളുകൾ വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഒരു പൊതുശല്യം എന്നുള്ളൊരു പേരും എനിക്കിപ്പോൾ തന്നിട്ടുണ്ട് എൻ്റെ സോങ്ങിന്. അപ്പോൾ എനിക്ക് എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഇഷ്യൂ എന്ന്. അപ്പോൾ അവരോടൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാനിങ്ങനെ സോങ് പാടുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ട്, പല സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരുണ്ടെന്ന് പറയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയണത്, കമൻറ്റിലാണെങ്കിലും എല്ലാത്തിലും. പക്ഷേ ഞാനിങ്ങനെ ഒരു പബ്ലിക്കിൽ ഞാൻ ഡയറക്റ്റ്ലി അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബാഡ് ഒരാളുടെ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അടുത്ത് ഒരാളങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല സപ്പോർട്ടിങ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പല വീഡിയോസുകളാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചതെന്നല്ല, അവിടെ നടക്കണതാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പബ്ലിക്കിൽ പോയിട്ട് പാടിയിട്ട്. പക്ഷേ അതിലൊക്കെ എനിക്ക് കമൻ്റ് ആണെങ്കിൽ നല്ല കമൻസുകൾ വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പം ഇന്നെങ്ങനെ വരാനുള്ളൊരു കാരണം എനിക്കറിയില്ല. അതെന്താണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഞാനൊരു സോങ് പാടിയത് ഇത്രത്തോളം വലിയ ഇതായോന്ന് ഞാനിപ്പോഴും ആലോചിക്കണത്. കാരണം ഇപ്പോൾ പിന്നെ എനിക്ക് സോറി പറയണമെന്നുണ്ട്. പക്ഷെ അത്
ഇങ്ങനെ ട്രോളി ആൾക്കാരോടൊന്നുമല്ല. അതായത് ഞാൻ അവിടെ പെർഫോം ചെയ്യുമ്പോൾ ഒരു 100 പേരോട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിലൊരാൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വിഷമിച്ചിരിക്കുന്നവരോടാണ് എനിക്ക് സോറി പറയാനുള്ളത്. ഞാൻ അവരോട് സോറി പറയാണ്. പിന്നെ ഞാനിങ്ങനെ ഒരു പബ്ലിക്കലി ഇനി വന്നിട്ട് ഞാൻ അങ്ങനെ പെർഫോം ആക്കാൻ ഞാൻ ഒരിക്കലും നിൽക്കില്ല. ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ നിൽക്കില്ല. എനിക്ക് ആ തെറ്റ് മനസ്സിലാക്കി തന്നു എല്ലാവരും. ഓക്കെ, അപ്പോൾ ചെക്കന് തെറ്റ് മനസ്സിലായി, ചെക്കൻ അപ്പോളജൈസ് ചെയ്തു, പറഞ്ഞ കാര്യം കറക്റ്റാണ്. 100 പേരുള്ള ഒരു സ്ഥലത്ത് മെട്രോയിലോ ബസ്സിലോ ഒക്കെ കയറിയിട്ട് ഒരാൾ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം കാരണമോ ഹോസ്പിറ്റൽ ഇഷ്യൂസ് കാരണമോ ഫാമിലി ഇഷ്യൂസ് കാരണമൊക്കെ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇതൊരു ഇറിറ്റേഷനായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അവൻ തന്നെയാണ്. അപ്പോൾ അതവന് കാര്യം മനസ്സിലായി, മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്താൽ അതങ്ങനെയാവും. ഓക്കെ, അപ്പോൾ അവൻ എന്താണെങ്കിലും ബെനിഫിറ്റും കിട്ടി, കൂട്ടത്തിൽ കുറച്ച് ട്രോളും കിട്ടി. എന്നാലും എൻഡ് ഓഫ് ദ ഡേ അവൻ്റെ കഴിവ് 10 ആളെ കാണിക്കാൻ പറ്റിയവന്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കഴിവുള്ള ആളുകൾ കാണിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ മതി. ഇവിടെ അതിലും വലിയ കഴിവേറിത്തരം കാണിക്കുന്നവരാണ് ഈ മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും രാഷ്ട്രീയക്കാർ. എന്തൊക്കെ ഒരു വോട്ട് വന്നു കഴിഞ്ഞാൽ സിവിക് സെൻസ് ഇരിക്കുന്നത് എവിടെയാണ്? ഏതാ ചവിറ്റുകോട്ടയിലല്ലേ ഇരിക്കുന്നത്? ഇതിലും വെറുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എത്രയോ കേട്ട് ആസ്വദിക്കുന്ന പാട്ടുകളടക്കം വോട്ട് പാട്ടാക്കി ഇവിടെ കടന്നിട്ട് പാടുന്ന ടീംസാണ്. ലോക്കയിലെ പാട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടില്ല, പൊന്നളിയാ. അത് എല്ലായിടത്തും പാരഡി അടിക്കുന്നുണ്ട് ഇവന്മാർ വോട്ടിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ സാധനം, ഈ വോട്ട് പാരഡി പോട്ടെ, ഇവന്മാർ കാണിക്കുന്ന വൃത്തികേടെന്നാണ് റോട്ടിനകത്ത്. ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രചരണം, അതിൻ്റെ കൊട്ടിക്കലാശം, എന്നിട്ട് അതിൻ്റെ വിക്ടറി സെലിബ്രേഷൻ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഒരാഴ്ച അവന്മാരാണ് ആർമാദിക്കും. അപ്പോൾ ഈ സിവിക് സെൻസിനെ കുറിച്ചൊന്നും പറയാൻ ഒരുത്തിനും കണ്ടിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ മതം കൊണ്ട് നടക്കുന്നവർക്കൊക്കെ സിവിക് സെൻസ് അവരുടെ ആവശ്യം വരുമ്പോൾ ഒരു ചവിട്ട് കൊട്ടയിലും, ഇതുപോലുള്ള കലാകാരന്മാരുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ എടുത്ത് ഏറ്റിപ്പിടിച്ച് വരും. ഒരു പ്രത്യേകതരം സെലക്റ്റീവായിട്ടുള്ള പ്രോഗ്രസീവ് ചിന്താഗതിയാണ് ചില മലയാളികൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗായകൻ എയറിൽ പോയിട്ട് ഇപ്പോൾ ഒന്ന് താഴെ വരാനുള്ള ശ്രമത്തിലാണ്. അടുത്തത് ആര്യ ദയാൽ. ഷീസ് എ ബ്രില്യൻ പെർഫോമർ. ഒരു രക്ഷയില്ലാത്ത പെർഫോമറാണ് ആര്യ ദയാൽ. ആര്യ ദയാൽ ഫ്ലവേഴ്സിൽ ഒരു ഷോനകത്ത് ജഡ്ജായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് ഇവർ ഒരു കുട്ടീനെ കറക്റ്റ് ചെയ്യാണ്. പാട്ട് പാടുന്നത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു റീലാണ് കേട്ടോ ഇത്. തങ്കത്തോണി എന്ന് പറഞ്ഞ പാട്ട് ആ കുട്ടി പാടിയ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആ ഒരു ഫീലിൽ പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെൻറ്ററാണ് അവർ, ജഡ്ജായിട്ടിരിക്കുക. അപ്പോൾ അവരത് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പാട്ടുകാരെ ഏറെ പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പോകുന്നുണ്ട്. എൻ്റെ മോനെ ആ ഒരു കമൻറ്റ് ബോക്സ് ഒന്ന് കാണണം. ഈ പാട്ട് ഇത്രയും വൃത്തികേടായിട്ട് പാടാൻ പറ്റിയത് നിന്നെക്കൊണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരാണ് തുടങ്ങി. ഓക്കെ, കേൾക്കുന്ന ആൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഞാൻ എന്താ ആലോചിക്കാറുള്ളത് അറിയോ? 4 ആൾ നിൽക്കുന്ന സമയത്ത് ഒരു വരി മൂളാനെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഓക്കെ, ഇനി അത് പോട്ടെ. അറ്റ്ലീസ്റ്റ് അവർ എന്തെങ്കിലും അച്ചീവ് ചെയ്തതുകൊണ്ടാണ് അവിടെ വന്ന് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ദ ഡേ കേൾവിക്കാരൻ എന്ത് വേണേൽ പറഞ്ഞിട്ട് പോവാം. കമൻറ്റ് ബോക്സ് അതിനാണ്. ഇപ്പോൾ ഞാനും അഭിപ്രായം പറയാറുണ്ട്, നിങ്ങളും പറയാറുണ്ട്. പക്ഷെ ഇത്രത്തോളം ഹെയ്റ്റ് വേണമെന്നുള്ളത് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ റീലിൻ്റെ അടിയിൽ വന്ന കോമെൻറ്റ്സ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു. അടുത്തൊരാളെ ഞാൻ കാണിക്കുന്നത് ഹനാൻഷായുടെ ബ്രദറാണ്, ഇച്ചു മോനെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫേസ്ബുക്കിലൊരു സാധനമുണ്ട്. ഈ ഇച്ചുവിൻ്റെ പോസ്റ്റുകൾ, ചില പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചു മലപ്പുറത്തിൻ്റെ അഹങ്കാരം, ഇച്ചുവിൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവർ, ഇത് അതിന് വേണ്ടി ഇടുന്നതല്ല. ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ ഇത് 10 ആളെ കേൾപ്പിക്കാനോ അല്ല. ഈ നിതീഷിനെ എങ്ങനെയാണോ ഇവന്മാർ വലിച്ചിട്ടത് അതുപോലെയാണ് ചില ഫേസ്ബുക്ക് പേജുകൾ. ഈ ഫേസ്ബുക്ക് പേജുകളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നല്ല ടൈറ്റിൽ എഴുതി നമ്മളൊരു ഫോട്ടോ വെച്ചാൽ ഇട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഈ ടൈറ്റിൽ എങ്ങനെയായിരിക്കും? ഇച്ചുവാണ് താരം, അല്ലെ ഇച്ചു മലപ്പുറത്തിൻ്റെ അഹങ്കാരം. കമൻറ്റ് ബോക്സിൽ അപ്പോൾ പോയിട്ട് കുറേ എണ്ണം ഇവനേതാ ഈ മറ്റത് മറിച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കലാണ്, മനസ്സിലായോ? മറ്റേത് നെഗറ്റീവ് എഴുതിയിട്ട് എന്ന് പറയുമ്പോൾ ആ പോസ്റ്റ് ഇട്ട നെഗറ്റീവ് ഓടിനെ നാട്ടുകാർ കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കും. ഇത് പോസിറ്റീവ് ഇട്ടിട്ട് കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് മേടിച്ച് കൊടുക്കുന്ന ഒരു തരം പ്രത്യേക പ്രക്രിയ. ഇപ്പോൾ ഈ നിതീഷിൻ്റെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടി പിടിച്ചിരിക്കുന്നത് ഇച്ചുവിൻ്റെ പിന്നാലെ തോന്നുന്നു. ഇച്ചുവിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇച്ചുവിൻ്റെ പെർഫോമൻസ് പറഞ്ഞിട്ട് ഒരേ പാട്ട് പാടുന്നു. ഓക്കെ, അതാണ് മെയിൻ സാധനം. ഞാൻ ഇച്ചു പാടിയൊരു പാട്ടോടെ വയ്ക്കാം.
ഇച്ചുവിൻ്റെ അധിക പെർഫോമൻസുകളിലും ഈ ഒരു പാട്ട് മെയിനാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാ ഗായകർക്കും ഉണ്ടാവില്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പാട്ട്, അവരുടെ സ്റ്റൈലിന് പറ്റുന്ന രീതിയിലുള്ളൊരു പാട്ടാകുമ്പോൾ അവരത് കൂടുതലായിട്ട് പെർഫോം ചെയ്യും. അല്ലെങ്കിൽ അവരുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ അവരെ കാണാൻ വരുന്നവർ ആഗ്രഹിക്കുന്നത് ഈ പാട്ട് കേൾക്കാനാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് പെർഫോം ചെയ്തിട്ട് പോകും. ഈ ഒരു പാട്ട് പാടുന്നതിന് ഇവൻ ഈ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. ഇവൻ മാപ്പിളപ്പാട്ടിൽ ബാക്കി സിനിമാ പാട്ട് പാടുന്നവനല്ലേ, ഇവൻ തല ഇങ്ങനെ ആക്കുന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെക്കനെ പിടിച്ച് എയറിലടിച്ച് ഒരു സൈഡ് വരെ ഇവൻ എത്തിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ നിതീഷിനെ പോലെ തന്നെ ഈ അടുത്തത് ഇവൻ ഇട്ടിട്ടാണ് ഇവന്മാർ പണിയാൻ നിൽക്കുന്നത്. ഞാൻ എഗെയിൻ പറയുന്നു, കലാകാരന്മാരാണ്, അവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു തരം എന്താ പറയുക സ്പെഷ്യൽ USP അവർക്കുണ്ടാവും. ഇപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഇപ്പോൾ ഞാനൊരു കലാകാരനാണെന്ന് വെച്ചാൽ അല്ല, ഓക്കെ, ഞാൻ കലയില്ലാത്തൊരു കഴിവേറിയാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ നമുക്കറിയില്ല. അപ്പോൾ ഒക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മനെ കൊണ്ടുപോയിട്ട് തബല പഠിക്കാൻ, ഹാർമോണിയം പഠിക്കാൻ, പാട്ട് പഠിക്കാനൊക്കെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ ഏകദേശം കീർത്തനം മരണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആണ്ട് പഠിച്ച് പോയിട്ടുണ്ട്. പാട്ടൊക്കെ സാരി സാധനങ്ങളൊക്കെ നടന്നില്ല. നമ്മളെ കൂടെ ആവില്ല. എത്ര ഇഞ്ചക്ട് ചെയ്താലും നമ്മളെ മൈൻഡിൽ അന്നും ഉണ്ടായിരുന്ന ബാറ്റും ബോളും ആയിരുന്നു. അത് കൈ കിട്ടിയപ്പോഴത്തേക്ക് നമ്മളെ പരിപാടി ഓണായി. അല്ലാതെ സാപ്പാസ നമ്മളതിലില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവരെന്താണ്, അവരുടെ കഴിവുകൾ 4 ആൾ കാണുക, പെർഫോം ചെയ്യുമ്പോൾ അത് ആ പെർഫോമൻസ് എൻജോയ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഇതേപോലെ പബ്ലിക്കിൽ കുറച്ച് ഈ പറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ടിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അത് അവരും കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇത് പെർഫോം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇത് പെർഫോം ചെയ്യാൻ പറ്റിയ സ്ഥലമാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് പെർഫോം ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ എന്താ പറയുക, കഴിവുള്ള ആളുകളെ പറ്റടിച്ച് അത് താത്തി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാരതിൽ ഡൗൺ ആയി പോകും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചില ആൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവർക്ക് വരെ ചിലപ്പോൾ ചില സമയത്ത് നെഗ് കിട്ടാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ സിവിക് സെൻസ് പറയുന്നവർ ഈ ചെക്കനെ ഇങ്ങനെ പറഞ്ഞു കണ്ടപ്പോഴൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിച്ച് പോയി, ഇന്ന് ഈ നാട്ടിൽ ഈ പറഞ്ഞ ജാഥയ്ക്കും മതപരമായിട്ടുള്ള പരിപാടിക്കൊന്നും വരുന്ന സിവിക് സെൻസ് ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകൂടെ ചില സമയത്ത്. മനസ്സിലായ? അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലാ അധികം ഓൾമോസ്റ്റ് ഇപ്പോൾ ഏറെ പോണത് പുള്ളി കലാകാരന്മാരായിട്ടുള്ള ആളുകളാണ്. എന്തോ ആ ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു.